ചാനൽ. ഇന്ന് നവരാത്രിൻ്റെ 5th ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അസോസിയേഷനിൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര നാളൊരു സമയം കിട്ടിയില്ല എനിക്കൊന്നും ചെയ്യാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഹെയർ കട്ട്, അത് കഴിഞ്ഞ് വൈകിട്ടത്തെ എല്ലാം പരിപാടികളും ഞാനിത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി വീട്ടിൽ വന്നു, ലഞ്ച് കഴിച്ചു. ഇനി ഓരോരുത്തരായിട്ട് റെഡി ആവാൻ പോയിക്കോട്ടെ. കാരണം എനിക്ക് 6:30 ഞങ്ങളുടെ അസോസിയേഷനിൽ എത്തണം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണെങ്കിൽ ഫാഷൻ ഷോ ഒക്കെ പരിപാടി ഉള്ളതാണ്. വലിയവരുടെ ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. അതായത് ഞങ്ങൾ ഒരുങ്ങുന്നതും ഞാനും എൻ്റെ അമ്മയുടെയൊക്കെ ഓരോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം ഞങ്ങളെ ഫാഷൻ ഷോയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും, അന്നേരം ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാനും മമ്മിയും ഫാഷൻ ഷോനുണ്ട്. ആക്ച്വലി ഫാഷൻ ഷോയുടെ തീം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സ്റ്റേറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളുടെ ട്രഡീഷണൽ വെയറായ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ കേരള സാരി, അങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ട്രഡീഷണൽ വെയറാണ്. അപ്പോൾ എനിക്ക് വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യ തീം എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ അതിൽ ഞാനും എൻ്റെ മമ്മിയും പിന്നെ വേറെ 2 ആൻറ്റിമാരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അരപ്പെട്ട ഇത് ആമസോണിലാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് മുടിയൊക്കെ വെട്ടി എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ മമ്മീനെ കാണിച്ചു തരാം. മമ്മി ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ മമ്മി മറ്റേ കേരള സാരിയിൽ പാലക്കാമാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫാഷൻ ഷോന്റെ ലുക്ക്. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഹാളിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല തകർപ്പൻ മഴയാണ്. അപ്പോൾ ഇത്രയും റെഡി ആയിട്ട് ഇനി മഴയത്ത് കുളിച്ചു പോകാനുള്ള മടിയും കൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്, മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാം. ഞങ്ങളിവിടെ ക്ലബിൽ വന്നേക്കുവാണ്. ഞങ്ങളുടെ ക്ലബ്ബ് വരുന്നത് ലയൺസ് ക്ലബ്ബ്, അത് കടവന്ത്രയിൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ 5th ഡേയിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആനന്ദമേള എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു ഫുഡും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യണം. വളരെ ചെറിയ രീതിയിലുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഫാഷൻ ഷോ. ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫ്രണ്ടിലെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് ഒരു 99% കഴിഞ്ഞ് കുറച്ചും കൂടി ഇനി ചെയ്യാനുണ്ട്. ഇതൊരു ഫോട്ടോ ബൂത്ത് വരെ അവർ വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഓരോ ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും എന്തെങ്കിലും കുഞ്ഞി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് സെല്ല് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ഓവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്നാക്സ് പോലെ എന്തെങ്കിലും. ചിലവർ വെജ് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് എന്ന് വെച്ചാൽ ഇവിടെ ദൈവത്തിൻ്റെ ഐഡൽസ് ഒന്നും വെക്കാത്തത് കൊണ്ട് ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഐഡൽ വെച്ച് പൂജ മെയിനായിട്ട് വരുന്നത് നവരാത്രിയുടെ 6th ഡേ ആണ്, ആസ് പെർ ബംഗാളി കസ്റ്റമിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫാഷൻ ഷോയും പിള്ളേരുടെ ഈ ഫാൻസി ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മോൾക്ക് പാനിപ്പൂരി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ പാനിപ്പൂരിയൊക്കെ മേടിച്ചു കൊടുത്ത്, ഞാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഞങ്ങൾ ഫില്ലായതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പോൾ അതേ പിള്ളേരുടെ ഓരോ കാറ്റഗറി വൈസ് ഇങ്ങനെ ഫാൻസി ഡ്രസ്സൊക്കെ നടക്കുവാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫാഷൻ ഷോ ഒക്കെ സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ തമിഴ്നാടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാനും ഈ ആൻറ്റിയും കൂടി നിൽക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഓരോ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ പറ്റി ഇൻട്രോ കൊടുത്തു. ഞങ്ങൾ 4 പേരാണ് സൗത്ത് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് ഫാഷൻ ഷോ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 4 പേരും അത്യാവശ്യം കോർഡിനേറ്റൊക്കെ ചെയ്തു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ ലാസ്റ്റ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ലേഡീസും കൂടി അങ്ങ് സ്റ്റേജിൽ കയറി ഒരു കുഞ്ഞൊരു ഡാൻസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബംഗ്ല സോങ് ഉണ്ട് റീലിലൊക്കെ വരുന്നത്, അതാണ് ഞങ്ങൾ ചെയ്തത്. ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലേഡീസും മൈൻഡ് ഫ്രീ ആയിട്ട് പെർഫോമൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇയർലി ആകെ കിട്ടുന്ന ഈ ഒരു 5 ഡേയ്സാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഒന്ന് എൻജോയ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. ആരും ഇതിൽ പെർഫെക്ഷൻ ഒന്നും അല്ല കേട്ടോ നോക്കുന്നത്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ദ വേ സോഷ്യൽ കിച്ചണിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, കഴിച്ച് നേരെ വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ 5th ഡേ ഓഫ് പൂജ കഴിഞ്ഞിരിക്കുന്നു, നവരാത്രി പൂജ. ഇനി നെക്സ്റ്റ് ഡേ, അതായത് 6th ഡേ ഓഫ് പൂജ നാളെ ഇനി കാണാം. അപ്പോൾ ടിൽ ദെൻ ടാറ്റ ബൈ. എല്ലാവരും നല്ല ടയേർഡാണ്, പിള്ളേരൊക്കെ ഉറങ്ങി. ഇനി ഞാനൊന്ന് ഫ്രഷായിട്ട് ഞാനും കിടക്കാൻ പോകണേ. അപ്പോൾ ബൈ.